സ്വാഗതം. ഓരോ യാത്രയും ഓരോ കഥകളാണ്. അടിമുടി പൂത്തെളിഞ്ഞു നിൽക്കുന്ന വസന്തകാലത്തിന്റെ മാസ്മരിക സൗന്ദര്യത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. ഇതൊരു സ്വർഗാനുഭവമാണ്. വിവരിക്കുക എന്നത് അല്പം കടുപ്പം നിറഞ്ഞത്. വസന്തത്തിന് എന്തുകൊണ്ടാവും ഇത്ര വിശ്വസൗന്ദര്യം? ഇതൊരു പുനർജന്മത്തിന്റെ കാലഘട്ടമാണ്. കനൽക്കാറ്റുകളുടെ ശാന്തതയും നിലാവിന്റെ മൃദുലതയും ചേർന്ന് ഭൂമിയെ വീണ്ടും ജീവന്റെ നിറങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ആകാശം നീല നിറങ്ങളാൽ തെളിയുമ്പോൾ ഭൂമി അതിനനുയോജ്യമായി പുഞ്ചിരിക്കുന്നു. വസന്തം വിരുന്നിന് വരുമ്പോൾ പുരാതന യൂറോപ്പിലെയും ഏഷ്യയിലെയും സംസ്കാരങ്ങൾ പുനർജന്മം, വിളവെടുപ്പ്, പ്രണയം തുടങ്ങിയതിൻ്റെ പ്രതീകമായി ഈ കാലഘട്ടത്തെ കാണുകയും ആഘോഷിക്കുകയും ചെയ്തു. പലപ്പോഴും പൂക്കളോടൊപ്പം ദൈവതുല്യമായ സ്നേഹബന്ധങ്ങളും പകർന്നു വന്നിരുന്നു. ബ്രിട്ടനിൽ വസന്തകാലത്തിന്റെ വരവോടുകൂടി, അതായത് മാർച്ച് അവസാനമാകുമ്പോഴേക്കും പകലിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കുകയും 1 മണിക്കൂർ സമയക്രമം മാറ്റം വരുത്തുകയും ചെയ്യുന്നു. സ്പ്രിംഗ് ഫോർവേഡ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇതെന്തെന്ന് വെച്ചാൽ, സൂര്യപ്രകാശം ധാരാളമായി ലഭിക്കുന്ന സ്പ്രിംഗ്, സമ്മർ സീസണുകളിൽ പകലിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിനായി ക്ലോക്കിലെ സൂചി 1 മണിക്കൂർ മുമ്പോട്ട് തിരിച്ചു വയ്ക്കുന്നു. ഇതാണ് സ്പ്രിംഗ് ഫോർവേഡ് എന്നറിയപ്പെടുന്നത്. ഈ സമയക്രമീകരണത്തോടൊപ്പമാണ് ബ്രിട്ടീഷ് ജനത അവരുടെ ആഘോഷങ്ങൾക്ക് തുടക്കമിടുന്നത്. പാർക്കുകളും തെരുവോരങ്ങളും പബ്ബുകളും ബാറുകളും എല്ലാം സജീവം. തനതായ ഭാഷയിൽ പറഞ്ഞാൽ പാർട്ടി വൈബ്. വസന്തവുമായി കൂട്ടുനിർത്തി ആഘോഷിക്കുന്ന ഒരുപാട് ഉത്സവങ്ങളുമുണ്ട്. പ്രകൃതിയോട് ആഴത്തിലുള്ള ബന്ധം ഇവയിൽ കാണാനുമാകും. വസന്തകാലത്തെ ഏറ്റവും കൂടുതൽ ആകർഷിതമാക്കുന്ന ഏതാനും ചില പൂക്കൾ. ചെറി ബ്ലോസം. ജപ്പാനിൽ നിന്നാണ് ഇതിന്റെ പ്രസിദ്ധി. പെരുമഴ പോലെ വീണു ചിതറിയ പൂക്കൾ പ്രകൃതിയുടെ സൗന്ദര്യവും വശ്യതയും ഓർമ്മിപ്പിക്കുന്നു. ഡാഫോഡിൽ. മഞ്ഞ നിറത്തിൽ പ്രകാശിക്കുന്ന ഈ പൂവ് വസന്തകാലത്തിന്റെ പ്രതീകമാണ്. ഇംഗ്ലീഷ് കവിതകളിൽ ഏറ്റവും കൂടുതൽ പ്രത്യക്ഷപ്പെടുന്ന പുഷ്പം. ഉത്സാഹത്തിന്റെയും പുതിയ ആരംഭങ്ങളുടെയും പ്രതീകമാണിത്. മാഗ്നോളിയ വൻതോതിൽ വിരിയുന്നു. കൊഴിഞ്ഞു പോകും മുമ്പ് തന്നെ പൂവിന്റെ സൗന്ദര്യം കാണിക്കാൻ കഴിയുന്ന ഒരു ചെടി. വസന്തകാലം ഇതൊരു കാലം മാത്രമല്ല, ഒരു ഭാവമാണ്. നിശബ്ദമായ വേദനകളിൽ നിന്ന് പ്രകൃതി പിറവിയെടുക്കുന്ന വേള. ഓരോ പൂവിലും ഓരോ വള്ളിച്ചെടിയിലും നമ്മൾക്ക് പുതുമയാണ് കാണാൻ കഴിയുന്നത്. ഇന്നത്തെ യാത്രയിലുടനീളം നമ്മൾ കണ്ടത് നിറങ്ങൾ മാത്രമല്ല, അതിൽ ചിരിയുണ്ടായിരുന്നു. ജാതി മത അതിർവരമ്പുകൾക്കപ്പുറം പ്രകൃതി പ്രണയത്തിന്റെ സൗന്ദര്യം തൂകിയിരുന്നു.
ഇതായിരുന്നു ട്രാവൽ അൺവൈൻഡിന്റെ ഇന്നത്തെ വസന്തകാല യാത്ര. യാത്ര ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം മറ്റൊരു കഥയുമായി. കീപ് എക്സ്പ്ലോറിംഗ്, കീപ് അൺവൈൻഡിങ്.